بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم إني أسألك بسر ذات بذات سره وأنت وأنت هو. احتجبت بنور الله وبنور عرش الله بكل اسم لله من عدوي وعدو الله بمئة ألف لا حول ولا قوة إلا بالله. ختمت على نفسي وعلى أهلي وعلى كل شيء أعطانيه ربي بخاتم الله المنيع الذي ختم به أقطار السماوات والأرض. فحسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ട അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി. മഹാസത്യ വേദശേഷ മഹാസത്യപാതാരം എന്ന നമ്മുടെ ഈ ക്ലാസ്സിലെ 22ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി അതിൻ്റെ ശറഹുകളെ പരിചയപ്പെടുകയാണ് നാം ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും എത്ര വലിയ മഹത്തുക്കളാണ് അതുമായി സ്വകലായത്, അതിനൊക്കെ വിശദീകരണം നൽകിയത്, അതിൻ്റെ ഉള്ള് എന്നിട്ടും ഒരാൾക്കും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോഴാണ് ബുഖാരി ഒരു മഹാപാധാരമാണ്, ഒരു ബഹറാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട 5 കിതാബുകളെ ആദ്യം പരിചയപ്പെടുത്തി, പിന്നെ മറ്റുള്ളത് ഒരു ചെറിയൊരു വിശകലനം മാത്രമേ നാം ഉദ്ദേശിക്കുന്നുള്ളൂ. രണ്ടാമത്തെ ഷറഹ്, ലോകത്ത് അറിയപ്പെട്ട ഷറഹുകളിൽ വെച്ച് ഏറ്റവും രണ്ടാമത്തെ ഷറഹായി അറിയപ്പെട്ടത് ബഹുമാനപ്പെട്ട അൽ അല്ലാമ അൽ ഐനി അവരുടെ ഉംദത്തുൽ ഖാരി എന്ന് പറയുന്ന കിതാബാണ്. ഉംദത്തുൽ ഖാരി ഫി ശർഹിൽ ബുഖാരി. ആർക്കുള്ളതാണത്? ബദറുദ്ദീനിൽ ഐനി, ബദറുദ്ദീനിൽ ഐനി എന്ന് പറയുന്ന മഹാനിക്കുള്ളത്. വഹുവ ബദറുദ്ദീൻ എന്നവർ മഹ്മൂദ് ബിനു അഹ്മദ് ബിനി മൂസ ബിനി അഹ്മദ് ബിനി ഹുസൈൻ ബിനി യൂസുഫ് ബിനി മഹ്മൂദ് ഖാദി ഖുലാത്താണ്. വലിയ ജഡ്ജിയാണ്, എല്ലാ ജഡ്ജിമാരുടെയും മേലുള്ള ജഡ്ജിയാണ്. ഒരു ജഡ്ജിയായി പലപ്പോഴും സേവനം ചെയ്തവരാണ് ഐനി. അനഫി മദ്ഹബിലുള്ള ഖാദിയായിരുന്നു ഐനി. ഇബ്നു ഹജർ അൽ അസ്കലാനി ഷാഫിയാക്കളുടെ ഖാദി ഖുലാത്തുമായിരുന്നു, ഒരേ നാട്ടിൽ തന്നെ. അവരുടെ ജനനം 762 762 റമളാനിൽ. വഫാത്ത് 855 വഫാത്തുള്ളത്. 855 അവരുടെ വയസ്സ് ഏകദേശം 93 വയസ്സ് ജീവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്കലാനിനേക്കാൾ ഏകദേശം 10-12 വയസ്സ് മൂത്തതാണ്. അവർ വഫാത്തായതിൻ്റെ ശേഷവും 5 കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനാണ്. അസ്കലാനിൻ്റെ ഉസ്താദന്മാരിൽപ്പെട്ടവരാണ് എന്നും പറഞ്ഞവരുണ്ട്. ഐനി എന്ന് പറയുന്നത് ഐന് താബ്. ഇന്ന് തുർക്കിയിലുള്ള ഗാസി അന്തബ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് തുർക്കിയിൽ. അന്താബ് എന്നും പറയും. ഗാസി ഒഴിവാക്കിയിട്ട് ഗാസി അന്തബ് പറയില്ല, ഗാസി അന്തബ് എന്നാ. തുർക്കിയിലുള്ള വലിയ നാടാണ്. തുർക്കിയിൽ കുറേ ജനങ്ങൾ താമസിക്കുന്ന തിങ്ങിപ്പറക്കുന്ന നാടാണ് ഗാസി അന്തബ്.
ആ ഗാസി അന്തബിലെ ഐന് താബ് എന്നും അതിന് പേരുണ്ട്. അറബിയിൽ അങ്ങനെയാണ്, ഐന് താ. ആ ഐന് താബിൽ ഐനിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് അവരെ സംബന്ധിച്ച് ഐനി എന്ന് പറയുന്നത്. കാരണം ഇവരുടെ പിതാവ് അവിടുത്തെ ഐന് താബിലെ ഖാദി ഖുദാത്തായിരുന്നു. ഇവിടെ പേര് മഹ്മൂദ്, അവിടെ പിതാവ് അഹമ്മദ്. അഹമ്മദ് എന്നവർ ഐന് താബിലെ അൻതാബിലെ അല്ലെങ്കിൽ ഗാസി അന്താബിലെ ഖാദി ആയതുകൊണ്ട്, ജഡ്ജ് ആയതുകൊണ്ട് അവരെ പറ്റി അന്താബി എന്ന് പറയുമ്പോൾ മക്കളെ പറ്റി ആ പേര് പറയുന്നതാകുന്നു. അങ്ങനെയാണ് അവർക്ക് ഐനി എന്ന പേര് വന്നത്. റമദാൻ 15-നാണ് മഹാനവർകൾ ഷാമിലെ ഹലബിൽ ജനിക്കുന്നത്. മഹാനവർകൾ വലിയ പണ്ഡിതനാണ്. ബദ്രുദ്ദീനുൽ ഐനി വലിയ പണ്ഡിതനാണ്. ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഹനഫി മദ്ഹബിന് വേണ്ടി തഅസ്സുബ് നടത്തുന്ന, മറ്റ് മദ്ഹബുകാരെ തീരെ വില വെക്കാതെ മദ്ഹബ് സമർത്ഥിക്കുമ്പോൾ വളരെ മറ്റുള്ളവരെല്ലാം വളരെ അടിച്ച് താഴ്ത്തി അങ്ങനെ പെരുമാറുന്ന മുത്തഅസ്സിബായ ഒരു ഹനഫി പണ്ഡിതനാണ് മഹാനവർകൾ. ധാരാളം കിതാബുകൾ അവർ രചിച്ചിട്ടുണ്ട്. സഹാബിക്കൊരു ശറഹ് എഴുതിയിട്ടുണ്ട്. സഹാബിയുടെ റാവികൾ ഓരോരുത്തരെയും എടുത്ത് പ്രത്യേകം ശറഹ് വിശദീകരിച്ചിട്ടുണ്ട്. കൻസിനിക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്, മനാറിന് ശറഹ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇൽമുൽ അറൂദിൽ, താരീഖിൽ, എല്ലാ വിഷയത്തിലും മഹാനവർകൾക്ക് ധാരാളം കിതാബുകളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധി അറിയിച്ച കിതാബാണ് നമ്മുടെ ഉംദത്തുൽ ഖാരി ഫി ശർഹിൽ ബുഖാരി എന്ന് പറയുന്ന കിതാബ്. പിന്നെ അവരുടെ കിതാബിൽപ്പെട്ട മശൂറായ കിതാബ് തന്നെയാണ് ശറഹുൽ ഹിദായ, ശറഹു മആനിൽ ആസാർ, ശറഹുൽ കൻസ്, ശറഹുൽ മജ്മഅ്, ശറഹു ദുററിൽ ബിഹാർ, തബഖാത്തുൽ അനഫിയ, തബഖാത്തുൽ ശുഅറാ, മുഖ്തസറു താരീഖു ഇബ്നു അസാകിർ, ശറഹു ശവാഹിദ് സഗീർ, ശറഹു ശവാഹിദിൽ കബീർ, വശറഹുൽ മനാർ, വമിൻഹത്തുൽ ഉസ്ലൂബ്, ശറഹു തുഹ്ഫത്തുൽ മുലൂക്ക്, വരിജാലുൽ തഹാവി. ഇങ്ങനെ ധാരാളം കിതാബുകൾ എഴുതിയ ഒരു ഇൽമിൻ്റെ ബഹ്റാണ് ബഹുമാനപ്പെട്ട ബദ്രുദ്ദീനുൽ ഐനി എന്ന് പറയുന്ന മഹാനവർകൾ. നമ്മൾ ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അസ്കലാനി എഴുത്തിലും വായനയിലും വലിയ സ്പീഡുള്ളവരാണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ മഹാനവർകൾ ഐനി കാന സരി അൽ ഖലമി ജിദ്ദൻ, എഴുത്ത് വലിയ സ്പീഡുള്ളവരായിരുന്നു. ഹത്താ നഖലൽ ഖദൂരി ബിതമാമി ഫി യൗമിൻ വാഹിദിൻ. ഹനഫിയുടെ വലിയൊരു കിതാബാണ് ഖദൂരി. ആ ഖദൂരിനെ മുഴുവനായി ഒരു ദിവസം കൊണ്ട് പകർത്തി എഴുതിയുപോയി. വകാന യതഅസ്സറു അലന്നാസ് ഖിറാഅത്ത് കുതുബിഹി മിൻ അജ്ലി സുർഅത്തി കലമിഹി. സ്പീഡിൽ എഴുതുന്നത് കൊണ്ടിട്ട് എഴുത്ത് വലിയ ചുരുക്കുണ്ടായിരുന്നില്ല. അത് കാരണമായിട്ട് അവർക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ മറ്റുള്ളവർക്ക് കഴിയുമായിരുന്നില്ല. കാന റഹ്മഹുല്ലാഹ് അസന്ന മിനൽ ഹാഫിള്. ഹാഫിള് ഇബ്നു ഹജറുൽ അസ്കലാനിനേക്കാൾ കൂടുതൽ വയസ്സുള്ളവരാണ്. വഖദ് ബഅദഹു സലാസ സിനീൻ. അവരുടെ ശേഷം ഏകദേശം 3 കൊല്ലം ജീവിച്ചിട്ടുമുണ്ട്. അവര് ഹിദായ രചിച്ചു പറഞ്ഞല്ലോ, അത് വെളുക്കിൻ്റെ പ്രകാശത്തിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ശറഹുൽ കൻസ് ഉണ്ടാക്കിയത് വെറും 3 മാസം കൊണ്ടാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓരോന്നിന് വേണ്ടി അള്ളാഹു പടക്കുന്നവരാണ്. അതിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന് വേണ്ടി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, എഴുതാൻ വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഒരു മഹാനാണ്. മഹാനവറുകളോട് പലരും ആവശ്യപ്പെട്ടിരുന്നു ബുഖാരിക്ക് ശറഹ് എഴുതണമെന്ന്. മഹാനവറുകൾ തന്നെ ആ വിഷയം പറയുന്നുണ്ട്. ബുഖാരിക്കൊരു ശറഹ് നിങ്ങൾ എഴുതണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അല അന്നി ഖദ് അമ്മൽതുഹും ബി സൗഫ വലഅല്ല. സൗഫിൻ ലഅല്ലിട്ട് ഓൽക്ക് ഞാൻ പൂതി കൊടുക്കും, പിന്നാക്ക, നാളാക്ക, അങ്ങനെ ആയേക്കാം. ലഅല്ല തറജിൻ്റെ ലഅല്ല.
ഇങ്ങനെ ലഅല്ലിയും സൗഫി ഇട്ടിട്ട് പൂജിപ്പിക്കും. അങ്ങനെ അവസാനം മഹാനവറുകൾ അതിന് വേണ്ടി എഴുതി റെഡിയായി. എഴുതിയപ്പോൾ അത് ലോകത്ത് അറിയപ്പെട്ട ഒരു മഹത്തായ കിതാബായി വരികയും ചെയ്തു. കശ്ഫുദ്ദുനൂനിൽ ഹാജി ഖലീഫ പറയാണ്, കസ്തല്ലാനി പറഞ്ഞത് ഉദ്ധരിച്ചും കൊണ്ട് കസ്തല്ലാനി അവരുടെ ഷറഹിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, ഒമിന ശുറൂഹിൽ മശൂറത്തി, ബുഖാരിക്കുള്ള മശൂറായ ഷറഹുകളിൽ പെട്ടതാണ് ഷറഹുൽ അല്ലാമ ബദ്റുദ്ദീനിൽ ഐനി. അല്ലാമ ബദ്റുദ്ദീനിൽ ഐനിയുടെ ഷറഹ്. വഹുവ ഷർഹുൻ കബീറുൻ ഐളാ, അതും വലിയ ഷർഹ് തന്നെയാണ്. അതിൻ്റെ പേര് ഉംദത്തുൽ ഖാരി എന്നാകുന്നു. വസ്തമദ്ദ ഫീഹി മിൻ ഫത്ഹിൽ ബാരി. ഹലോ ശ്രദ്ധിക്കണം, ആ ഉംദത്തുൽ ഖാരിയെ എഴുതുമ്പോൾ അതിലുള്ള ആശയങ്ങളെ, അതിൻ്റെ ഷറഹ് എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം മഹാനവറുകൾ തീരുമാനിച്ചത് ഫത്ഹുൽ ബാരിയിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടാണ്. ബിഹൈസു യൻഖുലു മിൻഹുൽ വറഖത ബികമാലിഹാ, അതിൽ നിന്ന് ഒരു പേജ്, ഫത്ഹുൽ ബാരിയിൽ നിന്ന് കുറച്ച് പേജുകൾ ഒന്നായിട്ട് നക്കൽ ചെയ്യും. ചിലപ്പോൾ ഫത്ഹുൽ ബാരിയിലുള്ള 1-2 പേജുകൾ അങ്ങനെ തന്നെ കാണാൻ കഴിയും ഉംദത്തുൽ ഖാരിയിൽ. വകാന യസ്തഈറു മിനൽ ബുർഹാൻ ബിനിൽ ഖദീർ ബിഇദ്നി മുസന്നിഫിഹി ലഹു. കണ്ട, ഇതാണ് മഹാന്മാരുടെ സ്വഭാവം. ഇമാം അസ്കലാനിയുടെ ഫത്ഹുൽ ബാരി അതിൻ്റെ ക്രോഡീകരണം പ്രത്യേക രീതിയിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവർ ഇബ്ൻ ഹജർ അൽ അസ്കലാനി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമി, അവരുടെ ആ എഴുതി വെച്ച കോപ്പി, ഒരാഴ്ച എഴുതി വെച്ചതിനെ ഇബ്നു ഖദറും ബാക്കിയുള്ള നേതാക്കന്മാരായ വലിയ വലിയ മഹത്തുക്കളും കൂടി പകർത്തി എഴുതി അത് ചർച്ച ചെയ്തു. അതിലുള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഇബ്നു മുസന്നിഫായ ഇബ്നു ഹജർ തങ്ങൾ മറുപടി കൊടുത്തു. മറുപടി തിരുത്തേണ്ടത് തിരുത്തി. അങ്ങനെയാണ് അത് തർത്തീബാക്കുക എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണ് കിതാബുകളിലേക്ക് വരിക. ആ എഡിറ്റിങ്ങിൻ്റെ രംഗങ്ങളിൽ ഇബ്നു ഹജറോട് ബന്ധമുള്ള അതേമാതിരി ബന്ധമുള്ളതാണ് ബുർഹാൻ ഇബ്നുൽ ഖദറിനക്ക് ഉംദത്തുൽ ഖാരിയുടെ മുസന്നിഫായ ബദ്റുദ്ദീനുൽ ഐനിയോട്. ബദ്റുദ്ദീനുൽ ഐനി ഖദറിനോട്, ഇബ്നുൽ ഖദറിനോട് പറയും, ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിൻ്റെ കോപ്പി തരണം. അവർ ഇബ്നു ഹജർ തങ്ങളോട് പോയി ചോദിച്ചു, നിങ്ങളുടെ എതിരാളി, അവർ രണ്ടാളും ഏകദേശം ഒരേ കാലക്കാരാണ്, ഒരേ നാട്ടിൽ കാദിമാരാണ്, പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അങ്ങനെയുള്ള അവരോട് പറഞ്ഞു, നിങ്ങളുടെ എതിരാളിയായ ബദ്റുദ്ദീനുൽ ഐനി നിങ്ങളോ കിതാബ് കോപ്പി ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? ഉപകാരം ആർക്കെല്ലാം കിട്ടോ അവരെല്ലാവരും ഉപകാരം എടുക്കട്ടെ, കൊടുത്താളാ. കണ്ടോ, പ്രകാശനത്തിൻ്റെ മുമ്പ് തന്നെ മറ്റേ ആൾക്ക് പകർത്തിയതാ കോപ്പി കൊടുക്കുക. ഇതൊക്കെ ലോകത്ത് കാണാൻ കഴിയാത്ത മാതൃകകളാണ്. പ്രകാശനത്തിൻ്റെ മുമ്പ് മറ്റൊരാൾക്ക് മുത്താല ചെയ്യാൻ, കിതാബ് എഴുതാൻ, ശറഹ് എഴുതാൻ സ്വന്തം കിതാബുകൾ വിട്ടുകൊടുക്കുന്നു. അതാ ബിഇദ്നി മുസന്നിഫിഹി ലഹു. ബുർഹാൻ ഇബ്നുൽ ഖദറിനക്ക് ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫായ ഇബ്നു ഹജർ തങ്ങളുടെ സമ്മതപ്രകാരം അത് ബദ്റുദ്ദീൻ ഐനിക്ക് എത്തിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഐനിൻ്റെ സ്വഭാവം എന്താ? വതഅഖബഹു ബിമവാദിഅ, കുറേ സ്ഥലത്ത് അത് ഇഷ്കാലാക്കി. ഫത്ഹുൽ ബാരിനെ ഖാല ഇബ്നു ഹജർ എന്ന് പറയില്ല. ബദ്റുദ്ദീനുൽ ഐനി ഒരു നിലക്കും ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങളുടെ പേര് ഉംദത്തുൽ ഖാരിയിൽ പറഞ്ഞിട്ടില്ല. ഖാല ബഅ്ദുഹും ഖാല ബഅ്ദു സുറാ എന്നല്ല പറഞ്ഞു. ചിലർ പറഞ്ഞു, അല്ലെങ്കിൽ ചില ശാരീങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയാ. എന്നിട്ട് ചില ഇഷ്കാലുകളാക്കി അതാണ്ട് നീട്ടി പരത്തി പറയും. എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇബ്നു ഹജർ തങ്ങൾ അത് പിന്നീട് അത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാകും.
ചില സമയത്ത് ഇബ്നു ഹജർ തങ്ങളാണെങ്കിലോ ഹദീസിൻ്റെ സനദുകൾ ഹദീസിനെ പറയുമ്പോൾ ഹദീസ് കൊണ്ട് ഇലാഖിരി പറഞ്ഞിട്ടുണ്ടാവും, അത് പറഞ്ഞില്ല എന്ന് ആവിഷ്കാരാക്കുക. പിന്നെ ഇബ്നു ഹജർ തങ്ങൾ റാവികളെ ഓരോരുത്തരുടെയും ചരിത്രം പറയലില്ല, അപ്പം അത് ഇദ്ദേഹം പറയും, അങ്ങനെ ഇഷ്കാലാക്കും. ഇന്ത്യയുടെ ചരിത്രം പറയാഞ്ഞതെന്ന് ചോദിച്ചിട്ട്. അതുപോലെ നസബകൾ, വ്യത്യസ്തമായ നസബകൾ ഉണ്ടെങ്കിൽ അത് മുഴുവനും പറയും ഉംദത്തുൽ ഖാരി. ഇബ്നു ഹജർ തങ്ങൾ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ പറയുള്ളൂ. അതുപോലെ ഹദീസിൻ്റെ വിശദീകരണത്തിലുള്ള ലുഗത്തുകൾ, ഇറാബുകൾ, മയനകൾ, ബയാനുകൾ, ഹദീസിൽ നിന്നുള്ള ഫായിദകൾ, ഇസ്തിംബാത്ത് ചെയ്യൽ, ചോദ്യങ്ങൾ, മറുപടികൾ, ഇതെല്ലാം അത്ര തന്നെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് കിതാബിൻ ശറഹുകൊണ്ടുള്ളത്. അതെല്ലാം ഐനി പറയും. എന്നിട്ട് ഐനി എന്ത് ചെയ്യും? ഇതൊന്നും ഇബ്നു ഹജർ പറയാത്തതാണ്, ചിലർ വലിയ ശറ എന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിക്കുന്ന കിതാബിൽ അതില്ല, ഇതെല്ലാം എൻ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ഫഖ്ർ പറയുന്നവരായിരുന്നു ഷറഹിൽ. ഖുൽതു വഹുവ കദാലിക, ഹനഫി പണ്ഡിതനായ ഒരാൾ പറയാണ് അതങ്ങനെ തന്നെയാണ്. ഫശറഹുൽ ഐനി റഹിമഹുല്ലാഹ് ഫീ ബസ്തി ആദിഹിൽ ഉമൂരി കുല്ലിയ ഫായിഖുൻ അലൽ ഫത്ഹി ബിമറാഹില. ഹദീസിൻ്റെ റാവികളുടെ തർജമകൾ പറയുന്നിടത്ത് അതുപോലെ നസബുകൾ, വൈവിധ്യമായ നസബുകൾ പറയാ, ഭാഷ, ഇറാബ്, മഅന, ബയാന്, ഇസ്തിംബാത്ത്, ചോദ്യം മറുപടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് ഫത്ഹുൽ ബാരിയേക്കാൾ എത്രയോ മികച്ചതാണ് മറാഹില. കിലോമീറ്ററോളം എന്ന് പറയുന്ന മാതിരി മർഹലകൾ ഫത്ഹുൽ ബാരിയേക്കാൾ എത്രയോ മികച്ചതാണ് ഐനി. വഹുക്കിയ അന്ന ബഅദൽ ഫുദലായി ദക്കറ ലി ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. ചില ഇബ്നു ഹജർ തങ്ങളോട് ആ നേതാവ് വന്നിട്ട് പറഞ്ഞു, തർജിയ ശറഹിൽ ഐനി ബിമസ്തമല അലൈഹി മിനൽ ബദീഇ വഗൈരിഹി. എല്ലാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇബ്നു ഹജർ തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ വന്നിട്ട് അവരോട് പറയാണ്, എന്താ നിങ്ങളെ ഷറഹിനേക്കാൾ കുറച്ച് ഉഷാറാണ് ഐനിൻ്റെ ഷറഹ്. കാരണം ഐനിൻ്റെ ഷറഹിൽ ഇൽമുൽ ബദീഉമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകളുണ്ട്, ഹദീസിൻ്റെ കുറേ ബദീഉമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകളുണ്ട്, വേറെ കുറേ ലുഗത്തുകളും ഇറാബുകളും മഅനകളും സുആലും മറുപടിയായിട്ട് ഐനി നോക്കിയാൽ നിങ്ങളെ ഫത്ഹുൽ ബാരിനേക്കാൾ വളരെ ഉഷാറാണ്. ഫഖാല ബദാഹതൻ, അതിനിക്ക് ഇബ്നു ഹജർ തങ്ങൾ പെട്ടെന്ന് മറുപടി കൊടുത്തു, ഹാദാ ശൈഉൻ നകലഹു മിൻ ശർഹി റുക്നുദ്ദീൻ. റുക്നുദ്ദീൻ എന്ന് പറയുന്ന മഹാന് ബുഖാരിക്ക് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. അവർ പൂർണ്ണമായ ശറഹ് അല്ല, ആ ശറഹിൽ നിന്ന് കോപ്പി അടിച്ചതാണ് അത് മുഴുവനും. ബദറുദ്ദീൻ ഐനി ഉംദത്തുൽ ഖാരിയിൽ എൻ്റെ കിതാബിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായ ആനന്ദം കൊള്ളിക്കുന്ന ആ രസങ്ങളുണ്ട്. പക്ഷെ അത് മുഴുവനും കുറേ എന്നിൽ നിന്ന് കോപ്പി അടിച്ച മാതിരി കുറേ റുക്നുദ്ദീനിൻ്റെ ശറയിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. വഖദ് കുന്തു വഖഫ്തു അലൈഹി ഖബ്ലഹു വലാകിൻ തറക്തു നഖല മിൻഹു. ആ റുക്നുദ്ദീൻ്റെ ശറഹ് ഞാനും കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിൽ നിന്ന് കോപ്പി അടിക്കൽ, നക്കൽ ചെയ്യൽ ഒഴിവാക്കി, ഉദ്ധരിക്കൽ ഒഴിവാക്കി. ലികൗനിഹി ലം യത്തിമ്മ, അത് പൂർത്തിയാവാത്തതിന് വേണ്ടി. ഇന്നമാ കതബ മിൻഹു ഖിത്അതൻ, അതിൽ നിന്ന് ശറയിൽ നിന്ന് കുറച്ചേ മൂപ്പര് എഴുതിയിട്ട് മുഴുവൻ റുക്നുദ്ദീൻ പൂർത്തിയാക്കിയിട്ടില്ല. വഖശീതു മിൻ തഅബി ബഅദ ഫറായിഹാ ഫിൽ ഇസ്തിർസാലി ഫി ഹാദൽ മഹീഇ മൻഹജി എന്നുള്ള അർത്ഥത്തിൽ ഈ റുക്നുദ്ദീൻ്റെ ശറഹ് നോക്കി ഞാൻ കോപ്പി അടിച്ചാണ്ട് എഴുതിയാൽ ആദ്യം നല്ല ഉഷാറുണ്ടാവും, പിന്നീട് അതില്ല, കുറച്ചേ ഉള്ളൂ. പിന്നീട് അത് കഴിഞ്ഞാൽ പിന്നെ ആ നിലവാരത്തിൽ കൊണ്ടുപോവാൻ ഞാൻ വല്ലാതെ ഇടങ്ങറാവേണ്ടി വരും എന്ന് മനസ്സിലാക്കി ഞാൻ ഒഴിവാക്കിയതാണ്. നിങ്ങൾ നോക്കി റുക്നുദ്ദീൻ്റെ ശറഹ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള വലിയ പോയിന്റുകൾ
അതിന് എഴുതിയിട്ടുണ്ടോ? നമുക്ക് അവിടെ കഴിയൂല, അതുകൊണ്ട് മൂപ്പര് എഴുതാവുന്നതാണ്. ഞാൻ ആദ്യം ആ കോപ്പി അടിക്കുന്നില്ല. അതാണ് അതിനിക്കുള്ള പ്രത്യേകത എന്ന് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഒരു ഹനഫി പണ്ഡിതൻ പറയുന്നു, വബിൽ ജുംലതി ഫഇന്ന ശർഹഹു ഹാഫിലുൻ കാമിലുൻ ഫീ മഅനാഹു. ബദ്രുദ്ദീൻ അൽ ഐനിയുടെ ഉംദത്തുൽ ഖാരി ബുഖാരിയുടെ ശറയിൽ വലിയതാണ്, പൂർണ്ണമായതാണ്. ലാകിൻ ലം യന്തശിർ കന്തിശാരിൽ ഫത്ഹി ഫി ആയാതി മുഅല്ലിഫിഹി. രചയിതാവിൻ്റെ കാലത്ത്, ജീവിതകാലത്ത് ഫത്ഹുൽ ബാരിക്ക് ലോകത്ത് കിട്ടിയതായ പ്രചാരണം അത് ഉംദത്തുൽ ഖാരിക്ക് കിട്ടിയിട്ടില്ല. അതൊരു സത്യമാണ്. അത് പിൽക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഫത്തുൽ ബാരി ബുഖാരിൻ്റെ ഷർഹ് എന്ന് പറയുമ്പോൾ ഫത്തുൽ ബാരി എന്ന ആളുകൾക്കാർക്ക് പറയുള്ളൂ. പക്ഷെ വലിയ കിതാബ് ഐനുൽ ഉംദത്തുൽ ഖാരി തന്നെയാണ്, ഐനിൻ്റെതാണ് എന്നാണ് അവർ പറയുന്നത്. ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങളും ഐനിയും തമ്മിൽ ഏതാണ് ഏറ്റവും ഉഷാർ എന്നുള്ളതിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ശാഫിയാക്കൾ പറയും ഇബ്നു ഹജർ തങ്ങളുടെ ഫത്ഹുൽ ബാരി ഇല്ലെങ്കിൽ ഐൻ ഇല്ല, അതിൽ നിന്നുള്ള കോപ്പിയാണ്. അസിന് കോപ്പി കിട്ടിയപ്പം പിന്നീട് ഭാഷാ പണ്ഡിതനാണ്, ആലിമാണ്, എല്ലാ പുരോഗതിയുള്ളവരാണ്, അവർ അത് പരിപോഷിപ്പിച്ചു എന്നല്ലാതെ അതിൽ മദ്ഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ കുറെ കൂടുതൽ മറുപടികൾ കൊടുത്തു. അല്ലെങ്കിൽ ഹദീസിന്റെ ശറവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇമാം ബുഖാരിയുടെ ലക്ഷ്യവുമായി അല്ലെങ്കിൽ ഫത്ഹുൽ ബാരി ലക്ഷ്യമല്ലാത്ത കാര്യങ്ങൾ എടുത്ത് കുറെ പറ്റി നീട്ടി എഴുതി എന്നല്ലാതെ ഫത്ഹുൽ ബാരി ഇല്ലെങ്കിൽ ഉംദത്തുൽ ഖാരി ഇല്ല. അതുകൊണ്ട് ഫത്ഹുൽ ബാരിയെ മറച്ചു വെക്കാൻ ഫത്ഹുൽ ബാരി ഇല്ലാത്തൊരു ഉംദത്തുൽ ഖാരി ഇല്ല. ഫത്ഹുൽ ബാരിനേക്കാൾ ഒരു 1/3 33% കൂടി വലുപ്പത്തിൽ കൂടുതൽ ഉംദത്തുൽ ഖാരിയാ. അവർ ചെയ്യുന്ന ചർച്ചകൾ മുഴുവനും അത് വളരെ വിശദമായി അത് ചർച്ച ചെയ്യും. ഒരു സ്ഥലത്ത് ചർച്ച തന്നെ പിന്നെ മറ്റുള്ള സ്ഥലത്ത് വരുമ്പോഴും വേണമെങ്കിൽ ചർച്ച ചെയ്തെന്ന് വരും. ഇബ്നു ഹജർ തങ്ങൾ ഒരിക്കൽ ചർച്ച ചെയ്തത് പിന്നീട് ഇന്ന സ്ഥലത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിന് വിശദമായ ചർച്ച ഇന്ന ബാബിൽ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതിന് ആവർത്തനം വളരെ ഒഴിവാക്കും. പിന്നെ മഹാനവർകൾ ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പ്രത്യേകമായി പരിഗണിക്കുന്ന വിഷയം ഹദീസിൻ്റെ ത്വരീഖുകൾ ഏതല്ല. ബുഖാരിയുടെ ഹദീസ് തന്നെയാണെങ്കിൽ പോലും അത് വേറെ ഏതെല്ലാം കിതാബുകളുണ്ട് എന്ന് അവിടെ പരിശോധിക്കും. അതുപോലെ മുഅല്ലഖായ ഹദീസുകളെ പറ്റി വിശദമായ ചർച്ച നടക്കും. ഈ ഹദീസിന് അത്റാഫുകളിലും മുസ്തഖ്റാജിദാത്തിലുമായിട്ട് എന്തെല്ലാം ലഫ്ളുകൾ വേറെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഹദീസിൻ്റെ ലഫ്ള് കിട്ടിയാലല്ലേ അതിൽ നിന്ന് മഅനകൾ ഏതെല്ലാം മസലകൾ കണ്ടെത്താൻ കഴിയും, ഇങ്ങനെല്ലാം ഇവിടെ അർത്ഥം വെക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നല്ലാതെ വെറും ഒന്നുമ തന്നെ കുറേ ചർച്ചകൾ ഇതിൽ ആവർത്തനങ്ങൾ അതൊന്നും ഒഴിവാക്കൂല. ഹനഫി പണ്ഡിതൻ പറയാണ്, ഇബ്നു ഹജർ അസ്കലാനിന്റെ പേര് ശിഹാബുദ്ദീൻ എന്നാണ്. മറ്റേ ആളെ ഉംദത്തുൽ ഖാരിയുടെ പേര് ബദ്രുദ്ദീൻ എന്നുമാണ്, ബദ്റുമാണ്. ഒരാൾ ശിഹാബാണ്. വലൈസ ശിഹാബു കുല്ലഹീനിൻ ബിസാഖിബിൻ ബൈന തറൽ ബദ്റ മുക്തമിലൽ അൻവാരി മിൻ കുല്ലി ജാനിബിൻ. പറയാ ശിഹാബ് എപ്പോഴും സാഖിബല്ല, പക്ഷെ ബദ്ർ നാനാഭാഗത്തും പൂർണ്ണ ചന്ദ്രനായിട്ട് തന്നെയാണ് എപ്പോഴും ഉള്ളത്. ശിഹാബ് എപ്പോഴും സാഖിബല്ല, ബദ്ർ എപ്പോഴും മുക്തമിലുൽ അൻവാറാണ്. മിൻ കുല്ലി ജാനിബ് വലൗലാ മുഖദ്ദിമതുഹു ലകാന ദൂനഹു ബിമറാഹില. ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദിമ അത് ഇല്ലായിരുന്നുവെങ്കിൽ
ബദർ എത്രയോ മുന്നിൽ പോകുമായിരുന്നു. ആ ഫത്തുൽ ബാരിൻ്റെ ആ മുഖദ്ദിമ, അങ്ങനത്തെ ഒരു മുഖദ്ദിമ എഴുതാൻ ബദർ എത്ര കഴിഞ്ഞ് ശ്രമിച്ചാലും കഴിയൂല, കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇബ്നു ഹജർ ഓവർടേക്ക് ചെയ്യാൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് അവർ രണ്ടും താരും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട് അവർ രണ്ടാളും തമ്മിൽ. കാരണം ഒരേ കാലത്ത് ഒരേ നാട്ടിൽ ഖാദിമാരായതാണ്. ഫത്തുൽ ബാരി തുടങ്ങിയത് മുമ്പ് ഞാൻ സൂചിപ്പിച്ചു 817 ഉംദത്തുൽ ഖാരി തുടങ്ങുന്നത് 820. ഇപ്പോൾ ഫത്തുൽ ബാരി തുടങ്ങി 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉംദത്തുൽ ഖാരി തുടങ്ങുന്നത്. ഫത്തുൽ ബാരി തീരുന്നത് 842. എന്നാൽ ഉംദത്തുൽ ഖാരി തീരുന്നത് 847. 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അവർ രണ്ടാളും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ട്. ഒരു ദിവസം മിസ്രിലെ ഒരു പള്ളിയുടെ മിനാരം അത് ചെരിഞ്ഞു, പള്ളിയുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞു. ഇങ്ങനെ ചെരിഞ്ഞപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ ഒരു ബെയ്ത്ത് ഉണ്ടാക്കി. എന്താ ബെയ്ത്ത്? ലിജാമിഇ മൗലാനൽ മുഅയ്യദി റൗനകു മനാറതുഹു ബിൽ ഹുസ്നി തസ്ഹു വബിസ്സൈനി തഖൂലു വഖദ് മാലത് അലൈക്കും തമഖലു ഫലൈസ അലാ ജിസ്മി അളറ മിനൽ ഐനി. മുഅയ്യദിൻ്റെ പള്ളിക്ക്, മൗലാന മുഅയ്യദിൻ്റെ ജുമുഅത്ത് പള്ളിക്ക് നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മിനാരം വളരെ അഴകോടുകൂടെ ഭംഗിയോടുകൂടെ അതങ്ങ് തിളങ്ങി മറയുകയാണ്, ലങ്കി മറയുകയാണ്. ആ മിനാരം പറയും, നീ പറയും അത് മിനാരം അവരുടെ മേലിൽ ചാഞ്ഞിരിക്കുന്നു. തമഖലു, അല്ലെങ്കിൽ തഖൂലു, അത് പറയും ഒക്കത് മാലത്ത് അലൈഹിം, ആ മിനാരം അവരുടെ മേൽ ചാഞ്ഞിട്ടുണ്ട്, ചെരിഞ്ഞിട്ടുണ്ട്. തമഖലു, നിങ്ങൾ തിരക്കൂട്ടല്ലേ, മിനാരം ചാരിയതാണെന്ന് പറയല്ലേ. ഫലൈസ അലാ ജിസ്മി അളറ മിനൽ ഐനി, ഐനിയാണ് എൻ്റെ മേൽ ഏറ്റവും വിഷമുള്ളത്. ഐനിയാണ് കണ്ണേറ് പറ്റിയതാണ് എനിക്ക്, അതുകൊണ്ട് ചാഞ്ഞതാണ്. അങ്ങനെ ഈ ബെയ്ത്ത് അന്നത്തെ രാജാവിൻ്റെ അടുത്ത് ഐനി ഉണ്ടാകുന്ന സമയത്താണ് അവിടെ എത്തിയിട്ട് ആരോ ഈ ബെയ്ത്ത് ബ്രദർ ഇങ്ങനെ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൂടി ഐനിനെ നോക്കി ചെറുസിങ്ങളെ കളിയാക്കിയാണ് ഈ പാടുന്നത്. ഇവിടെ ഉദ്ദേശിച്ചത് കണ്ണേറ് എന്നാണ്. പക്ഷെ ഐനി വിചാരിന് എല്ലാവരും കൂടി മൂപ്പരാട് ചോദിപ്പാ കിങ്ങളെ പറ്റിയാണ് ആ പാടിക്കുന്നത്. അപ്പം മൂപ്പര് കൂടോ, മൂപ്പരും വലിയ കവി തന്നെയല്ലേ. ഐനി പറഞ്ഞു, ബദറുദ്ദീൻ ഐനി പാടി, മാനാറത്തുൻ ലി ഉർസിൽ ഹുസ്നി ഇദ് ജുല്ലിയത് വഹദ്മുഹാ ബിഖളാ ഇല്ലാഹി വൽ ഖാദിരി ഖാലൂ ഉസീബത് ബിഐനിൻ ഖുൽതു ദാ ഖാലതു മാഫത്തുൽ ഹദ്മി ഇല്ലാ ഖസ്സത്തുൽ ഹജരി. ആ ഭംഗിയുള്ള മനാറ് അതിങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വീണത് ശരി തന്നെയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദർ കൊണ്ടാണ്. ആളുകൾ പറയും അതിന് കണ്ണെത്തിയതാണ്, അത് തെറ്റാണ്. കുൽത്തുദാ കൊലത്തു, അത് തെറ്റാണ്, കണ്ണൊന്നുമല്ല അതിൻ്റെ പ്രശ്നം. മാ ആഫത്തുൽ ഹദ്മി ഇല്ലാ ഖസ്സത്തുൽ ഹജരി, അതിൻ്റെ ഹജർ മോശമായതാണ്, പൊളിയാനുള്ള കാരണം അതിൻ്റെ കല്ല് മോശമായതാണ്. അങ്ങനെ ഒരു മുകളിൽ തമാശക്കാട് ഇങ്ങോട്ടൊക്കെ പാട്ടും വൈത്തും പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്ന രണ്ട് മഹാന്മാരാണ് അവർ. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം സഖാവിയെ പോലെയുള്ള, സഖാവി എന്ന് പറയുന്ന മഹാന് ഐനിയുടെയും ശിഷ്യനാണ്, ഇബ്നു ഹജർ തങ്ങളുടെയും ശിഷ്യനാണ്. പക്ഷേ സഖാവി നിഷ്പക്ഷമായി പറയാണ്, ഐനിക്കുള്ള സോക്കട് എന്താന്ന് വെച്ചാൽ ഐനി
ഇബ്നു ഹജർ തങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി ചില കാര്യങ്ങൾ അത് നീട്ടിപ്പരത്തി പറയും. ഉദാഹരണം, ഒരു സനദിലെ ഹദീസ് കുറച്ച് പറഞ്ഞു കാണാൻ നിർത്തുവിലാഹരിയെ അറിയും, അല്ലെങ്കിൽ ഇന്നോടത്തുള്ള മാരി അറിയും, അത് അങ്ങനെ ഫുള്ളാണ്ട് പറയും. അതുപോലെ റാബികളെ ചരിത്രങ്ങൾ, നഹ്വീങ്ങളുടെ കലാമുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം പറയുമ്പോൾ അതെല്ലാം വളരെ കുറച്ച് പറയും. അങ്ങനെയുള്ള വിഷയങ്ങൾ അതിന് നീട്ടിപ്പരത്തിയാണ് പറയും. ഏകദേശം അതിനും ഇബ്നു ഹജർ തങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ 8-10 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇബ്നു ഹജർ തങ്ങള് രണ്ടാളും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ഹാഫിള് ഇബ്നു ഹജർ തങ്ങൾ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഐനിയെ ഒരു നിലക്കും കുത്തി പറയില്ല. ശരിയായ നിലക്കോ മറ്റുള്ളവർക്കോ കുത്തി പറയില്ല. കാരണം ഐനി എഴുതിയത് ഇബ്നു ഹജർ തങ്ങൾക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഐനിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി, ഇസ്കാലുകൾക്ക് മറുപടി പറയേണ്ടോടത്ത് മറുപടി, മാറ്റേണ്ടോടത്ത് മാറ്റി, അങ്ങനെ ഇബ്നു ഹജർ തങ്ങൾ പോകും. മറുപടിയായി ഫത്ഹുൽ ബാരി പറഞ്ഞിട്ടില്ല. പിന്നെന്ത് ചെയ്തു? ഇന്തിഖാദുൽ ഇഅ്തിറാദ് എന്ന് പറഞ്ഞിട്ട് ഐനിൻ്റെ കിതാബിൽ ഇഅ്തിറാദാക്കിയ ഭാഗത്തിൽ സ്വന്തം ഒരു മറുപടിയാണ് എഴുതി. ഐനി അങ്ങനല്ല, മുംദത്തുൽ കാരിയിൽ തന്നെ മറുപടികൾ ഓരോന്നോരോന്നായി പറയും, പക്ഷെ പേരെടുത്ത് പറയില്ല. ഖാല ബഅ്ദുഹും, അല്ലെങ്കിൽ സഅമ ബഅ്ദുഹും, ദക്കറ ബഅ്ദുഹും എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകും. ചിലപ്പോൾ രണ്ടാമത്തൊന്ന് ഐനി ഇബ്നു ഹജർ അസ്കലാനി തങ്ങളുടെ ഹാഫിളിൻ്റെ ഇബാറത്തുകളെ നഖൽ ചെയ്യും. നഖൽ ചെയ്യുമ്പം തന്നെ 1-2 വാക്കുകൾ വിടും, അല്ലെങ്കിൽ ഒരു ജുംല വിടുമെങ്കിൽ കുറേ ഭാഗമാണ്ട് വിടും. കാരണം അവർക്ക് കിട്ടിയതായ കോപ്പി അങ്ങനത്തെ കോപ്പി ആയിരിക്കും. കാരണം ഇബ്നു ഹജർ തങ്ങൾ എഴുതിയിട്ട് എഡിറ്റ് ചെയ്യാത്ത കോപ്പി ആയിരിക്കും ആദ്യം കിട്ടുന്നത്. ബിൻ ഖദറിൻ്റെ വകയായിട്ട് കിട്ടുന്ന കോപ്പി അങ്ങനെ ആയിരിക്കും. ആ കോപ്പി നോക്കിയിട്ടായിരിക്കും വിമർശിക്കുക. അങ്ങനെ വിമർശിച്ച് ഫത്ഹുൽ ബാരി നോക്കുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല. കാരണം കൊണ്ട് ഫത്ഹുൽ ബാരി നേരെ എഴുതിണ്ടാക്കി എഡിറ്റ് ചെയ്യേണ്ട മുമ്പ് എഡിറ്റ് ചെയ്തപ്പോൾ നേരാക്കി പോയിട്ടുണ്ടാകും. ഇങ്ങനെയും അതിന് ഇബ്നു ഹജർ മറുപടി എതിർക്കലുണ്ട്. ആ എതിർപ്പ് നിലവാരമില്ലാത്തതിൽപ്പെടാണ്. ചില സമയത്ത് മൂന്നാമത്തെ വ്യത്യാസം, ഇബ്നു ഹജർ തങ്ങൾ ഒരു മസ്അല പറയുമ്പം അതിൽ 2-3 അഭിപ്രായം ഉണ്ടാവുകയും അതിലുള്ള ഒരു അഭിപ്രായത്തെ റാജിയാക്കുകയും ചെയ്യുമ്പോൾ ഐനി എന്ത് ചെയ്യും? മർജൂഹായ അഭിപ്രായം ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായമായി ഉദ്ധരിച്ചിട്ട് എന്നിട്ട് അതിന് മറുപടി പറയും. എന്നിട്ട് ഇബ്നു ഹജർ പറയാൻ കുതിര കയറും. ഇത് ഇബ്നു ഹജർ തങ്ങളും തള്ളിയതാണ്. ആ തള്ളിയ അഭിപ്രായം ഇബ്നു ഹജർ തങ്ങളെ മേലിൽ അടിച്ച് ഏൽപ്പിച്ചിട്ട് അതിന് മറുപടി പറയും. സംഗതി മറുപടി ഫത്ഹുൽ ബാരി നോക്കിയാൽ തന്നെ ഉണ്ടാവും. കാരണം റദ്ദ് ചെയ്തതാണത്, മർദൂദാണത്, മർജൂഹാണ്, റാജിഹല്ല. അതിന് ചെയ്യുന്ന നാലാമത്തെ കാര്യം, ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഒരു അഭിപ്രായം കൊണ്ടുവരും, ഇന്നാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരുടെ തെളിവും പറയും. ഒരഭിപ്രായം ഇന്നാൾ ഇന്നത് പറഞ്ഞു, എന്നിട്ട് അവർക്കുള്ള തെളിവ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത് സമർത്ഥിക്കാൻ ശ്രമിക്കും. എന്നിട്ട് പിന്നീട് ബാക്കിൽ പറയുന്നുണ്ടാകും അത് മർജൂഹാണ്, അതല്ല റാജിഹ്, ഇന്നാലിന് മറുപടി ഉണ്ട്, ഇന്നാലിന് ഹദീസുണ്ട്, ഇന്നാലിന് സംഭവമുണ്ട്, അതുകൊണ്ട് അത് റദ്ദ് ചെയ്യണം എന്ന് പറയും. പക്ഷെ അത് നോക്കാതെ ഒരാൾ അഭിപ്രായം ഉദ്ധരിച്ചു, തെളിവ് പറഞ്ഞത് അത് ശരിയായില്ല എന്നും പറഞ്ഞ ടൈമിലാണ് കൂടും. പിന്നെ ചില സ്ഥലത്ത് ഇബ്നു ഹജർ അസ്കലാനിൻ്റെ അടുക്കൽ നിന്ന് ചില എല്ലാവരും എഴുത്തുകാരൊക്കെ എഴുത്തുനിന്ന് വന്നു പോകുന്ന ചില തസാമുകൾ വന്നിട്ടുണ്ടാവും. ഇത് ചില ഭാഷാ പ്രയോഗങ്ങളിൽ ഈറാവ് പറയുന്നിടത്ത് ഇങ്ങനെയുള്ളിടത്തെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു റാജിഹായ നിരക്കെങ്കിൽ പറയേണ്ടത് പോലെ അല്ലാതെ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയാൽ പിന്നെ അതിനൊക്കെ വലിയൊരുനാളും അജയിരുന്നാളും വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടി വന്ന മാതിരിയാണ്. പിന്നെ അതിനാണ് കൂടുതൽ തന്നെയാണ് പതിവ്. അത് അവരുടെ അടുത്ത് നിന്ന് വന്ന് തസാമുഹായി പറയുന്നതാണ്. അത് എല്ലാവരുടെ അടുത്തും വരുന്നതാണ്. ഒരു ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഒരു ഒക്കെ തിരിഞ്ഞോളും വിചാരിച്ചൊരു പോക്കുണ്ടാകും.
അല്ലെങ്കിൽ ഉന്മേഷം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലം മുതലെടുപ്പ് നടത്തും. ചിലപ്പോൾ ആറാമത്തെ ഒരു പ്രശ്നം, ഐനിക്ക് കിട്ടുന്ന നുസ്ഖ, ഫത്തുൽ ബാരിൻ്റെ നുസ്ഖ ഐനിക്ക് കിട്ടുന്നതിൽ അതിൽ തന്നെ ചില കൈക്കടത്തുകൾക്ക് വിധേയമായതായിരിക്കും. ഒറിജിനൽ നുസ്ഖയിലുണ്ടാവും, ഇപ്പോഴുള്ള നുസ്ഖയിൽ ബാരി നോക്കിയാൽ അതുണ്ടാവില്ല. അങ്ങനെയും അതിൻ്റെ മേലിൽ കാലബാളുഹും കത്തബാളുഹും കാലശാരിഹുൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് എഴുതിയിട്ട് മറുപടി കണ്ട് പറയും. ഒക്കെ അബസാണ്, വെറുതെയാണ്. കാരണം ബിരുദാചാര്യ തങ്ങൾ അത് ചിന്തിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആരോ കോപ്പി എഴുതുമ്പം പയച്ചു പോയതാണ്, പകർത്തിയപ്പോൾ ഉണ്ടായ പേവുകളാണ്. ചില സമയത്ത് ഹാഫിളിനൊരു സ്വഭാവമുണ്ട്. ഒരഭിപ്രായമാണ് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു അഭിപ്രായം തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിനിക്ക് മറ്റൊരു റിവായത്ത് തന്നെയുള്ളൂ, വേറൊരു റിവായത്ത് ഇല്ല എന്നാണ്ട് മുറിച്ചാണ്ട് പറയും. ഹാഫിള് ചോദിച്ചു, അവിടെയാണ് അതിന് കൂടുക. എന്താ അങ്ങനാണ്ട് പറയാൻ? എന്താ റിവായത്ത് ഉണ്ടായിക്കൂടെ, വേറൊരു അഭിപ്രായം ഉണ്ടായിക്കൂടെ? ഒന്ന് ഒരാളെ ചെറുതാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയാം. ജദലാണത്. ഹാഫിള് മുത്തലിയാണ്, ഇത്തിലാളുള്ളവരാണ്, അവരത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. മുമ്പ് പറഞ്ഞല്ലോ 70 ദിവസം കൊണ്ട് 100 വാല്യം വായിച്ചു എന്ന്. അത്രയും വലിയ ഹിഫ്ളുണ്ട്, അത്രയും വലിയ കണ്ടെത്തലുകളും മുത്താലകളും ഉള്ളവരാണ്. അവരൊരു കാര്യം പറയുമ്പം ഇതിനിക്ക് രണ്ടാമത്തെ അഭിപ്രായമില്ല, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തിൽ കൂടെ അത് വന്നിട്ടില്ല, ഇങ്ങനെ വന്നിട്ടുള്ളൂ എന്ന് ഹാഫിള് ഇബ്നു ഹജർ തങ്ങൾ പറയുമ്പോൾ അതിന് ഹാഫിള് അതിന് പറയും, അങ്ങനെ പറയാൻ പറ്റൂല, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ആരും കണ്ടിട്ടില്ല, ഇല്ല എന്നെങ്ങനെ നിഷേധിക്കല്? ഇങ്ങനെയും കുറേ സ്ഥലത്ത് ഇസ്കാലാക്കിയിട്ടുണ്ട്. എട്ടാമത്തെ വിഷയം, ചില സ്ഥലത്ത് ചില പോയിന്റുകൾ പറയുമ്പോൾ, ചില സിറുകൾ വെളിവാക്കുമ്പോൾ ആ സിറ് അവിടെ യോജിച്ചതായിക്കൊള്ളണമെന്നില്ല ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ അതിലും നല്ല സിറുകൾ വേറെ ഉണ്ടായേക്കാം. അത് ഐനിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനവിടെ നല്ല മുതലെടുപ്പെടുത്തും. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഇബ്നു ഹജർ തങ്ങൾ അസ്കലാനിനെ ചില സമയത്ത് പറയുന്നുണ്ട്, ഇവിടെ ഇബ്നു അസ്കലാനി പറഞ്ഞത് ഫത്തുൽ ബാരി പറഞ്ഞത് ശരിയായിട്ടില്ല. ഇവർക്ക് പറഞ്ഞു ഫത്തുൽ ബാരിക്ക് ഇവിടെ വാരിയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതൊരു മനുഷ്യ സഹജമായി വരുന്ന ചില പ്രശ്നങ്ങളാണ്. ആ പറഞ്ഞത് വാഫിയായില്ല എന്നുള്ളതാണ് പ്രശ്നം. ബാക്കിയുള്ളവർ പറഞ്ഞോട്ടെ, ഒരാൾ പറഞ്ഞോളുന്നുണ്ടോ? എന്നാലും മറ്റൊരാൾ താത്തിക്കെട്ടേണ്ടതില്ല. ഇങ്ങനെ ഐനിയും ശിഹാബും കൊള്ള നോക്കുമ്പോൾ, ബദറും ശിഹാബും കൊള്ള നോക്കുമ്പോൾ ശിഹാബിൽ നിന്ന് കോപ്പി അടിച്ച് ശിഹാബിനേക്കാൾ പൊന്താൻ ശ്രമിക്കുന്നൊരു സ്വഭാവമാണ് ഐനിയിൽ നിന്ന് അധികവും കാണല്. അതുകൊണ്ട് ആ വിമർശനത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണെങ്കിലും 1-ാം സ്ഥാനം ലോകത്ത് ബുഖാരിൻ്റെ ശറയിൽ നിന്ന് ലഭിച്ചത് കൊടുത്തിട്ടുള്ളത് ഫത്തുൽ ബാരിക്ക് തന്നെയാണ്. അതിനെ ആര് തന്നെ അത് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും 14 രാവ് മാസത്തിൽ ഒരിക്കേ ഉദിക്കുള്ളൂ, ശിഹാബ് എന്നും ഉണ്ടാകും. അത് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു ബർക്കത്ത് എല്ലാവർക്കും നൽകട്ടെ.